ക്ലാസ് 7 കുട്ടികൾ അവതരിപ്പിക്കുന്നു സമാധാനമുള്ള കുടുംബം. ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഇന്ന് കുടുംബങ്ങളിൽ സമാധാനം ഇല്ലായ്മയും കുഞ്ഞുങ്ങൾ മദ്യപാനത്തിനും ലഹരിക്കും അടിമകളായി ജീവിക്കുന്ന ഒരു ലോകത്തിലാണല്ലോ നമ്മൾ ജീവിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ കൊച്ചു കേരളത്തെ എടുത്തു പറയേണ്ടതായിട്ടില്ലല്ലോ. ഈ മഹാവിപത്തിനെതിരെ നമുക്ക് ഓരോരുത്തർക്കും അണിചേരാം, പ്രാർത്ഥിക്കാം. എന്നാൽ കഴിഞ്ഞ കാലങ്ങളിൽ പട്ടിണിയുടെയും ദാരിദ്ര്യത്തിനും നടുവിൽ നമ്മുടെ മാതാപിതാക്കൾ രാവിലെയും വൈകിട്ടും കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിച്ച് പ്രാർത്ഥിച്ചും അവരുമായി വിശേഷങ്ങൾ പങ്കുവച്ചും പോയ ഒരു നല്ല നാളുകൾ ഉണ്ടായിരുന്നു. പിൻകാലത്ത് അതിൻ്റെ ഫലമായി നമ്മൾ ഉൾപ്പെടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെട്ടു. അന്നത്തെ ആ നല്ല നാളുകളെ മടക്കിത്തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് ചില വർഷങ്ങളുടെ പിന്നാമ്പുറത്തേക്ക് നമ്മുടെ ശ്രദ്ധ എത്തിരിക്കാം. മധ്യ തിരുവിതാംകൂറിലെ ഒരു പാവപ്പെട്ട കുടുംബം ദൈവവിശ്വാസത്തിലും അച്ചടക്കത്തിലും പ്രാർത്ഥനയിലും കഴിഞ്ഞ കുര്യച്ചൻ കുഞ്ഞമ്മ കുടുംബം. മൂത്ത മകൾ റോസമ്മ, രണ്ടാമത്തെ മകൻ റോയ്ച്ചൻ, ഇളയ മകൻ റോബിൻ. അവരുടെ ജീവിതത്തിലെ സന്തോഷത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും വേളകളെ നമുക്ക് ഒന്ന് എത്തി നോക്കാം. പീസ് ഫെലോഷിപ്പ് ക്ലാസ് 7 കുഞ്ഞുങ്ങൾ അവതരിപ്പിക്കുന്നു സമാധാനമുള്ള കുടുംബം. സമയം പ്രഭാതം 5 മണി. കുര്യച്ചനും കുഞ്ഞമ്മയും കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കുന്നു. കുഞ്ഞമ്മേ, കടുങ്കാപ്പി കിട്ടിയില്ലല്ലോ. ഉടനെ തരാ അച്ചായ. അച്ചായ, വീട്ടു സാധനങ്ങളെല്ലാം തീർന്നു. 2 ആഴ്ച മുമ്പല്ലേ സാധനങ്ങളെല്ലാം വാങ്ങിയത്? പിന്നെയോ, അന്ന് എല്ലാ സാധനവും കിട്ടിയില്ലല്ലോ അച്ചായ. എടി, സാധനങ്ങൾ കിട്ടാഴികയല്ല, സാമ്പത്തികം കൂടി നോക്കണ്ടായോ? അച്ചായ, അത് പറഞ്ഞപ്പോഴാണ് ഓർത്തത്. സഭാഹോളിന്റെ പണി നടക്കുകയാണ്, നമുക്ക് എന്തെങ്കിലും കൊടുക്കണ്ടയോ? ആലയം പണിയല്ലേ, ഉള്ളതുപോലെ സന്തോഷത്തോടെ കൊടുക്കണം. അടുത്ത മാസം 2-ാം തീയതി സ്കൂൾ തുറക്കും. കാലവർഷവും എത്തും. കുഞ്ഞുങ്ങൾക്ക് പുസ്തകം, തുണിത്തരങ്ങൾ കൂടാ എല്ലാം വാങ്ങണം. താന്നിമൂട്ടിൽ ലോലപ്പൻ്റെ മകളുടെ വിവാഹം ഏതാണ്ട് ഉറച്ച മട്ടാണ്. കവലയിൽ വെച്ച് കണ്ടപ്പോൾ ലോലപ്പൻ വിവരങ്ങളെല്ലാം പറഞ്ഞു. അതും ജൂൺ മാസത്തിൽ കാണും. അച്ചായ, അവൾ പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ, പെട്ടെന്ന് ഉറപ്പിച്ചോ? നല്ല ഒരു ആലോചന വന്നു. പയ്യൻ നല്ല സ്വഭാവമുള്ളവനും പാലായിൽ മൊത്ത കച്ചവടം നടത്തുന്നവനുമാണെന്ന് പറഞ്ഞു. ഒരു കണക്കിന് നല്ല കാര്യമായി പോയി. ഇനിയും താഴെ 2 പെൺകുഞ്ഞുങ്ങൾ കൂടെ ഇല്ലേ? ആ പെൺകൊച്ച് നല്ല സ്നേഹവും താഴ്മയും വിനയമുള്ള മോളാ. എന്തെങ്കിലും കല്യാണത്തിന് കൊടുക്കണം. എല്ലാം ഒരുപോലെ വന്നു. ഈ പ്രാവശ്യം നെൽകൃഷി ഉദ്ദേശിച്ച വിളവ് കിട്ടിയില്ല. കുറച്ച് നെല്ല് കൊടുക്കാമെന്ന് വിചാരിച്ചാൽ ആരും വരുന്നില്ല. എല്ലാം നടക്കും അച്ചായ. ദൈവം ഇത്രയും നടത്തിയില്ലേ, നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം തക്ക സമയത്ത് വഴിയൊരുക്കും. വർത്തമാനം പറഞ്ഞ് സമയം പോയത് അറിഞ്ഞില്ല. എടി, കുഞ്ഞുങ്ങളെ വിളി, പ്രാർത്ഥിക്കാൻ സമയമായി. കുഞ്ഞുങ്ങൾ കുറച്ചുകൂടി കിടക്കട്ടെ അച്ചായ. ഇന്ന് ഞായറാഴ്ചയാണെന്ന് ഓർമ്മയില്ലേ? സമയം കടന്നു പോകുന്നു, പള്ളിയിൽ പോകണം. എന്നാ ഞാൻ വിളിക്കാം അച്ചായ. കുഞ്ഞുങ്ങളെ, വേഗം എഴുന്നേൽക്ക്, സമയം ഒത്തിരിയായി. പ്രാർത്ഥിക്കാൻ വേഗം വാ. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, എൻ യാചന നൽകണമേ. കർത്താവേ, എൻ യാചന നൽകണമേ. പുത്രന്റെ നാമത്തിൽ ചോദിക്കും കാര്യങ്ങൾ, പുത്രന്റെ നാമത്തിൽ ചോദിക്കും കാര്യങ്ങൾ, ഉത്തരം തന്നരുളാമെന്നുള്ളൊരു വാഗ്ദത്തം പോൽ ദയവായി, എന്നുള്ളൊരു വാഗ്ദത്തം പോൽ ദയവായി. 23-ാം സങ്കീർത്തനം. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു. സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് എന്നെ നടത്തുന്നു. എൻ്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു. തിരുനാമനിമിത്തം എന്നെ നീതിപാതകളിൽ നടത്തുന്നു.
കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല. നീ എന്നോടുകൂടെ ഇരിക്കുന്നുവല്ലോ. നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. എൻ്റെ ശത്രുക്കൾ കാണുകെ നീ എനിക്ക് വിരുന്നൊരുക്കുന്നു. എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. എൻ്റെ പാനപാത്രവും നിറഞ്ഞു കവിയുന്നു. നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. നല്ലവനും വിശ്വസ്തനുമായ സ്വർഗീയ പിതാവേ, കഴിഞ്ഞ രാത്രി സുഖകരമായ ഉറക്കം തന്നതിന് സ്തോത്രം. പ്രഭാതത്തിൽ ഉണരുവാൻ കൃപ തന്നതിന് നന്ദി. കുടുംബത്തെ തിരുരക്തത്താൽ മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുറവുകളെ ഏറ്റുപറയുന്നു. ഇന്നത്തെ ദിവസത്തെ അനുഗ്രഹമാക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. കുഞ്ഞുങ്ങളെ, എല്ലാവരും വേഗത്തിൽ കുളിച്ച് ഒരുങ്ങി വാ. പള്ളിയിൽ പോകുവാൻ സമയമായി. അച്ചായ, പള്ളിയിൽ പോയി മടങ്ങി വരുമ്പോൾ വീട്ടിലൊന്ന് കയറണം. 2 ആഴ്ചയായി അപ്പച്ചനെയും അമ്മച്ചിയും കണ്ടിട്ട്. നിങ്ങൾ വർത്തമാനം പറഞ്ഞ് സമയം കളയുകയാ. എല്ലാം കഴിഞ്ഞ് പള്ളിയിൽ ചെല്ലുമ്പോൾ ആരാധന കഴിയുകയും സൺഡേ സ്കൂൾ തുടങ്ങുകയും ചെയ്യും. കുഞ്ഞുങ്ങളെ, വേഗം ഒരുങ്ങി വാ. ചാച്ചനെ കൊണ്ട് ഇനിയും വഴക്ക് പറയിക്കല്ലേ. വീണ്ടും നിങ്ങളുടെ ശ്രദ്ധയെ കുര്യച്ചൻ കുടുംബത്തിലേക്ക് ക്ഷണിക്കുന്നു. ചില വർഷങ്ങൾ വീണ്ടും മുന്നോട്ട് പോകുന്നു. കുര്യച്ചൻ കുടുംബത്തെ ദൈവം എല്ലാവിധ നന്മകൾ കൊണ്ടും അനുഗ്രഹിക്കുന്നു. ഇല്ലായ്മയുടെയും ദാരിദ്ര്യത്തിൻ്റെയും നടുവിൽ ദൈവത്തിൽ കൂടുതൽ ആശ്രയിച്ച് വിദ്യാഭ്യാസം നല്ല രീതിയിൽ കൊണ്ടുപോകാൻ അവരുടെ കുഞ്ഞുങ്ങൾക്ക് സാധിച്ചു. ഇന്ന് മൂത്ത മകൾ റോസമ്മ കുടുംബം വിദേശത്തായിരിക്കുന്നു. മൂത്ത മകൻ റോയിച്ചനും അവിടെ ജോലി ചെയ്യുന്നു. ഇളയ മകൻ റോബിൻ വീട്ടുകാര്യങ്ങൾ നോക്കി മാതാപിതാക്കളോടൊപ്പം ഭവനത്തിലായിരിക്കുന്നു. തുടർന്ന് അവധിക്ക് നാട്ടിൽ കടന്നു വരുന്ന മക്കളെയും കാത്ത് ആകാംക്ഷയോടെ നിൽക്കുന്ന കുരിയച്ചനും കുഞ്ഞമ്മയും. കുഞ്ഞുങ്ങളെ കാണുന്നില്ലല്ലോ അച്ചായ. എടീ കുഞ്ഞമ്മേ, നീ ഒന്ന് ധൃതി കൂട്ടാതെ. അവർ സമയമാകുമ്പോൾ ഇങ്ങെത്തും. റോബിനും വിമാനത്താവളത്തിൽ പോയിട്ടുണ്ടല്ലോ. ഓ, പറച്ചിൽ കേട്ടാൽ അച്ചായന് കുഞ്ഞുങ്ങളെ കാണാൻ ആഗ്രഹമില്ലാത്തതുപോലെ. ഓ, ശരി ശരി, നീ പറഞ്ഞതുപോലെ തന്നെ. അച്ചായ, നമ്മൾ വയസ്സായി വരികയാണ്. ഈ പ്രാവശ്യം റോയിച്ചൻ്റെയും റോബിൻ്റെയും വിവാഹം നടത്തണം. ശരിയാ കുഞ്ഞമ്മേ. റോയിച്ചൻ അവിടെ ജോലിയുള്ള ഒരു പെൺകൊച്ചുണ്ടെന്ന് റോസമ്മ എഴുത്തിൽ എഴുതിയിരുന്നു. അവനും അതാണ് നല്ലത്. അവർ കുടുംബമായി ജീവിച്ചു കൊള്ളും. ശരിയാ. നിനക്ക് സഹായത്തിന് നല്ല സ്വഭാവമുള്ള ഒരു പെൺകൊച്ചിനെ കണ്ടുപിടിച്ച് റോബിനെ കൊണ്ട് കെട്ടിക്കണം. എല്ലാം ദൈവഹിതം പോലെ നടക്കും. കുഞ്ഞമ്മേ, എനിക്ക് കുടിക്കുവാൻ കുറച്ച് വെള്ളം കൊണ്ടുവാ. ഹലോ ഹലോ, ആരാ? കേൾക്കുന്നില്ലല്ലോ. റോബിൻ മോനാ? നിങ്ങൾ എവിടെ വരെയായി മോനെ? ചാച്ച, ഒരു പ്രശ്നമുണ്ട്. ഞങ്ങൾ വന്ന വണ്ടി ഒരു അപകടത്തിൽപ്പെട്ടു. മോനെ, നിങ്ങൾക്കാർക്കും കുഴപ്പമൊന്നുമില്ലല്ലോ. നിങ്ങൾ എവിടെയാണ്? ചാച്ച, അമ്മയോട് പറയണ്ട. ഞങ്ങൾ വേറെ ഒരു വണ്ടിയിൽ വേഗത്തിൽ വന്നുകൊള്ളാം. അവിടെ വന്നിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. ദൈവം അത്ഭുതകരമായിട്ട് കാത്തു പരിപാലിച്ചു. ദൈവത്തിന് നന്ദി. നിങ്ങൾ വേഗം വാ. കുഞ്ഞുങ്ങൾ സുഖമായി ഇരിക്കുന്നുവല്ലോ. ശരി ചാച്ച, ഞാൻ ഫോൺ വയ്ക്കുക. അച്ചായ, ആരുടെ ഫോണാണ് വന്നത്? എടീ, അത് റോബിൻ മോൻ വിളിച്ചു. അവർ വേഗത്തിൽ എത്തുമെന്ന് പറഞ്ഞു. മോനെ, എന്തു പറ്റി? എങ്ങനെ സംഭവിച്ചു? ഒന്നുമില്ല അമ്മേ. ഇങ്ങോട്ട് വന്നപ്പോൾ നമ്മുടെ വണ്ടിയുടെ മുമ്പിൽ വേറെ ഒരു വണ്ടി വന്നു ഇടിച്ചു. ചെറിയൊരു പരിക്ക്. വലിയ അപകടത്തിൽ നിന്ന് ദൈവം
രക്ഷിച്ചു. റോസമ്മയ്ക്കും ലാലിക്കും കുഞ്ഞുങ്ങൾക്കും കുഴപ്പമൊന്നുമില്ലല്ലോ. ദൈവമേ, വലിയ ആപത്തിൽ നിന്ന് വിടുവിച്ചതിന് നന്ദി. ചാച്ച, അമ്മേ, ഞങ്ങൾ ചെറിയ മയക്കത്തിലായിരുന്നു. ശബ്ദം കേട്ട് ഉണർന്നപ്പോൾ റോയിച്ചിൻ്റെ കയ്യിൽ നിന്നും ചോര വരുന്നതാണ് കണ്ടത്. ഡ്രൈവർക്ക് ചെറിയ പരിക്ക്. ഉടൻ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ദൈവത്തിന് നന്ദി. എല്ലാവർക്കും സ്തോത്രം. അച്ഛനും അമ്മാമ്മി ഇരിക്കുക. നമ്മളെയൊക്കെ എത്ര ആപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും വിടുവിക്കുന്ന ദൈവത്തിന് എത്ര നന്ദി പറഞ്ഞാൽ മതിയാവും. കുഞ്ഞമ്മേ, പാസ്റ്റർക്ക് കുടിക്കാൻ കൊടുക്ക്. ഇരിക്കു പാസ്റ്ററേ. ഇപ്പോൾ ഒന്നും വേണ്ട അച്ഛയ. അപകടം നടന്ന സമയത്ത് റോബിൻ എന്നെ വിളിച്ചിരുന്നു. എനിക്ക് അത്യാവശ്യമായി കുറച്ച് ദൂരെ ഒരു പ്രാർത്ഥനയ്ക്ക് പോകണം. വിവരങ്ങൾ അറിഞ്ഞ് വന്നു കണ്ട് പ്രാർത്ഥിച്ച് പോകാമെന്ന് വിചാരിച്ചു. പിന്നീട് ഇനിയും കാണുവാൻ സമയമുണ്ടല്ലോ. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. നിത്യനും പരിശുദ്ധനും ഞങ്ങളെ അതിവാത്സവമായി സ്നേഹിക്കുകയും കരുതി ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ നല്ല നിമിഷത്തിനായിട്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. തലവണക്കിരിക്കുന്ന എല്ലാവരെയും ഇവിടുത്തെ കരങ്ങളിൽ തരുന്നു. എന്നീ യാത്ര ചെയ്തു വന്ന കുഞ്ഞുങ്ങൾ വലിയ അപകടത്തിൽ നിന്ന് കർത്താവ് വിടുവിച്ചതിനായിട്ട് നന്ദി പറയുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം കർത്താവ് കേട്ട് മറുപടി തന്നിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു. മാനവമോഹത്തോടത്തേക്കായി എല്ലാം ജീവൻ വെച്ച വന്നേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.